മരണത്തെ പൊതുവെ എല്ലാവർക്കും ഭയമാണല്ലേ. പക്ഷേ സ്വന്തം മരണം മുൻകൂട്ടി മനസ്സിലാക്കി അതിനനുയോജ്യമായ സ്ഥലവും സാഹചര്യങ്ങളുമെല്ലാം ഒരുക്കി വളരെ വേണ്ടപ്പെട്ടവരെ അറിയിച്ച് സന്യാസിമാർ മരണം വരിക്കുന്ന അവസ്ഥയെയാണ് സമാധി എന്ന് വിളിക്കുന്നത്. ഹിന്ദു മതത്തിലും ബുദ്ധമതത്തിലും ജൈനമതത്തിലുമെല്ലാം വിശ്വസിച്ചു പോരുന്ന സമാധി എന്ന ഈ ആധ്യാത്മിക തലം ഈയിടെയായിട്ട് ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി വിവരം മക്കൾ പുറത്തറിയിച്ചതോടെയാണ് വലിയ ചർച്ചകളിലേക്കും അന്വേഷണങ്ങളിലേക്കുമെല്ലാം ഗോപൻ സ്വാമിയും അദ്ദേഹത്തിൻ്റെ സമാധിയും കടന്നുവരുന്നത്. സമാധി എന്നാൽ ഇഹലോകവാസം വെടിഞ്ഞ് ബ്രഹ്മത്തിൽ ലയിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ഹിന്ദുമതത്തിലും ബുദ്ധമതത്തിലും ജൈനമതത്തിലും വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്തു വരുന്ന സമാധി പ്രധാനമായും 3 രീതിയിലാണുള്ളത്. 1 ഭൂസമാധി, 2 അഗ്നിസമാധി, 3 ജലസമാധി. സന്യാസിമാർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർക്ക് സമാധിയാകാനുള്ള സ്ഥലവും അതിനുള്ള സാഹചര്യവുമെല്ലാം ഒരുക്കി വെക്കുകയും വർഷങ്ങളുടെ അഗാധമായ ധ്യാനത്തിനും പൂജകൾക്കുമെല്ലാം ശേഷം മഹാമണ്ഡലേശ്വർ എന്ന പദവിയോ അതിനു മുകളിലോ എത്തിപ്പെടുന്നതോടെയാണ് സമാധി വരിക്കാൻ അവർ യോഗ്യരാവുക. സമാധിയായ ശേഷം ഭൂമിയിൽ തന്നെ സമാധിയിരുത്തുന്നതിനെ ഭൂസമാധി എന്നും, സമാധിക്ക് ശേഷം ചന്ദനപ്പെട്ടിക്കകത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതലത്തിലോ ഇരിക്കുന്ന രീതിയിൽ വെള്ളത്തിന്റെ ആഴങ്ങളിൽ അഥവാ ഗംഗ പോലെയുള്ള പുണ്യനദികളുടെ ആഴങ്ങളിൽ സമാധിയിരുത്തുന്നതിനെ ജലസമാധി എന്നും, തീയിൽ സമാധിയിരുത്തുന്നതിനെ അഗ്നിസമാധി എന്നും പറയാറുണ്ട്. നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമി ഭൂസമാധിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഗോപൻ സ്വാമിയുടെ സമാധിക്ക് കുടുംബമല്ലാതെ മറ്റാരും സാക്ഷിയില്ലെന്നും മരണം ഡോക്ടറെ കൊണ്ട് സ്ഥിരീകരിച്ചില്ലെന്നും മരണം തെളിയിക്കുന്ന രേഖകളൊന്നും തന്നെ ഇല്ലെന്നുമൊക്കെയായിരുന്നു ഗോപൻ സ്വാമിയുടെ സമാധിക്ക് ഇത്രത്തോളം കോലിളക്കമുണ്ടാക്കാനുണ്ടായ കാരണം. സമാധിപീഠം പൊളിച്ച് ഗോപൻ സ്വാമിയുടെ മൃതശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് മരണകാരണവും മറ്റ് സ്ഥിരീകരണങ്ങളും നടത്തണമെന്ന പോലീസിന്റെ ആവശ്യം കുടുംബം ശക്തമായി എതിർത്തെങ്കിലും ഹൈക്കോടതി കൂടി ഇടപെട്ടതോടെ നിയമത്തിന്റെ വഴി തുറക്കുകയായിരുന്നു. സമാധിപീഠം പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ഗോപൻ സ്വാമിയുടെ സമാധിയിൽ ഉയർന്നു നിന്നിരുന്ന ദുരൂഹതകളും കുടുംബത്തിന് മേലുണ്ടായിരുന്ന സംശയങ്ങളും നീങ്ങുകയായിരുന്നു. അതോടെ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിവാദ സമാധിയുടെ ചർച്ചകളും ഏറെക്കുറെ അവസാനിക്കുകയായിരുന്നു.